കച്ചവടം നടക്കാനുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന് ബെനിഫിറ്റ്സ്, രണ്ട് ഫീച്ചേഴ്സ്. നമ്മളൊരു ഷാമ്പു ആണ് വിൽക്കുന്നതെന്ന് വിചാരിക്കുക. അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള കണ്ടന്റും അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ മറ്റ് പ്രൈസിങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ വലിച്ചു നീട്ടി കസ്റ്റമറോട് പറയും. അതേസമയം അതിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷാമ്പുവിൻ്റെ കൃത്യമായിട്ടുള്ള ബെനിഫിറ്റ്സ്, അതായത് അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് കിട്ടുന്ന എന്തെങ്കിലും സുഖമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, നമ്മുടെ മുടിക്ക് കിട്ടുന്ന നിറം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്രഷ്നെസ്, അല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് കിട്ടുന്ന ക്വാളിറ്റി, ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ്. ഇത് രണ്ട് സൈഡാണ്, നമ്മുടെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും. എപ്പോഴും നമ്മൾ സെയിൽസിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഫീച്ചേഴ്സ് പറയുന്നതിനേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അവർക്ക് കിട്ടുന്ന റിസൾട്ട്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന സൈഡാണ്. ഈ ബെനിഫിറ്റ്സ് പറഞ്ഞ് നമ്മൾ കസ്റ്റമറോട് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ആ ബെനിഫിറ്റ്സ് ആയിരിക്കും അവരുടെ മനസ്സിലേക്ക് കയറുന്നത് മൊത്തം. അല്ലാതെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടന്റ് എന്താണെന്നോ, ഇതിന്റെ മറ്റുള്ള പാരാമീറ്റേഴ്സ് എന്താണെന്നോ, ഇത് എത്ര ഡിഗ്രി ചൂടിൽ ഉണ്ടാക്കിയെടുത്താണെന്നോ, ഇതൊക്കെ അറിയുന്നതിനപ്പുറത്തേക്ക് ഇതിന് ആ കസ്റ്റമറുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.